ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നോമ്പും പെരുന്നാളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് ഒരാഴ്ചത്തോളം ലീവാണ് കേട്ടോ. കുട്ടികൾക്ക് സ്കൂളൊന്നുമില്ല, പൊതു അവധിയാണ്. അപ്പോൾ എന്തായാലും ഒരു സ്റ്റേക്കേഷന് പോകാമെന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് കേട്ടോ. നമ്മുടെ ലേ മെറിഡിയൻ്റെ വെസ്റ്റേൺ ഹോട്ടലിലാണ് കേട്ടോ ജുമേരയിൽ നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത് ഒരു ദിവസത്തെ സ്റ്റേക്കേഷൻ. അങ്ങനെ ഉച്ചയ്ക്ക് ലഞ്ചൊന്നും കഴിച്ചിട്ടില്ല, അതിനു മുമ്പ് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എന്തായാലും ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. പണ്ടൊക്കെ സ്റ്റേക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് 12 മണിക്ക് ചെക്ക് ഇൻ ചെയ്യണം എന്നൊക്കെയാണല്ലോ. ഇപ്പോൾ 2 മണി എന്തോ ആക്കിയിട്ടുണ്ട് കേട്ടോ. ടൈം കുറച്ചും കൂടി ഡിലേ ആയിട്ടുണ്ട്. നമുക്ക് ജുമേര എത്താനായിട്ട് എന്തായാലും ഒരു 20 മിനിറ്റൊക്കെ മതിയല്ലോ. ഞങ്ങൾ കുറേ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു വാട്ടർ തീം പാർക്ക് ഉണ്ട് കേട്ടോ. അതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ്. കുട്ടികൾ എന്തായാലും എൻജോയ് ചെയ്യണം, അതാണ് മെയിൻ ഹൈലൈറ്റ്. അപ്പോൾ കുറേ ദിവസമായല്ലോ നോമ്പൊക്കെ ആയിട്ട് വീട്ടിൽ തന്നെ, പുറത്തേക്കൊന്നും അങ്ങനെ പോകലില്ല. നമ്മളൊരു കമ്മ്യൂണിറ്റിയുടെ അകത്തായതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തേക്ക് പോകണമെന്നും തോന്നാറില്ല കേട്ടോ. കാരണം ആവശ്യത്തിന് കളിക്കാനും പോയിരിക്കാനായിട്ട് റെസ്റ്റോറൻറ്റുകളും കാര്യങ്ങളും ഒക്കെ അതിൻ്റെ അകത്ത് തന്നെയുണ്ട്. അപ്പോൾ അവിടെ തന്നെയുള്ളൊരു ലൈഫാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറി ഒരു ദിവസം ഒരു റിലാക്സിങ്, അതാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു ഡോറിൻ്റെ അകത്ത് 2 ബെഡ്റൂമുകൾ, അതായത് ഒരെണ്ണത്തിൻ്റെ അകത്ത് തന്നെ 2 റൂമുകളായിട്ടാണ് കേട്ടോ നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. ഒരെണ്ണത്തിൻ്റെ ബാൽക്കണി ഉണ്ട്, ഒരെണ്ണത്തിന് ബാൽക്കണി ഇല്ലാത്തത്. ഇത് ബാൽക്കണി ഇല്ലാത്ത നല്ല വ്യൂ ഉള്ളൊരു റൂമാണ് കേട്ടോ. ഇവിടുന്ന് നല്ല വ്യൂ ആണ് കാണാനായിട്ട്, ബീച്ച് സൈഡ് തന്നെയാണ്. 2 റൂമൊക്കെ ആണെങ്കിലും ഞങ്ങൾ ഓൾമോസ്റ്റ് എല്ലാവരും ഒരു റൂമിൽ തന്നെയായിരിക്കും. രാത്രി കിടക്കാറാവുമ്പോൾ എല്ലാവരും കൂടി റൂമിൽ ടൈറ്റ് വരുമ്പോഴാണ് കേട്ടോ 2 റൂമുകളിലേക്ക് മാറുന്നത്. അത്രയും നേരം നമ്മളെല്ലാവരും ഒരു റൂമിൻ്റെ അകത്ത് തന്നെയായിരിക്കും. ഇതിപ്പോൾ ബാൽക്കണി ഉള്ളൊരു റൂമാണ് കേട്ടോ. ഇവിടുന്ന് നമുക്ക് വാട്ടർ തീം പാർക്കും കാണാം. വാട്ടർ തീം പാർക്ക് രാവിലെ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. വൈകിട്ട് 6 മണി വരെ ഉള്ളൂ, 6 മണിക്ക് ക്ലോസ് ആവും. ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ഏകദേശം ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ലൈറ്റായിട്ട് എന്തെങ്കിലും ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് താഴേക്ക് ഇറങ്ങാനായിട്ട് കുട്ടികളാകെ ബഹളമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പിള്ളേരൊക്കെ ഡ്രസ്സ് മാറിയിട്ട് താഴെ വന്നിരുന്ന് ഫുഡ് കഴിച്ചിട്ട് നേരെ വെള്ളത്തിലേക്ക് ഇറങ്ങാം, അങ്ങനെയാണ് പ്ലാനിങ്. അങ്ങനെ ലഞ്ചും കാര്യങ്ങളൊക്കെ റെസ്റ്റോറൻറ്റിൽ ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ആകെ ഉണ്ടായിരുന്നത് പാസ്ത, പിസ്സ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ 2 പിസ്സ ഓർഡർ ചെയ്തു. അങ്ങനെ പിള്ളേർ കഴിച്ചിട്ട് നേരെ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറേ നേരം അവിടെ അങ്ങനെ ഇരുന്നു. ഇത് വാട്ടർ തീം പാർക്കിൻ്റെ വേറൊരു ഏരിയയാണ് കേട്ടോ. അതിൻ്റെ എൻട്രൻസ് ഇവിടെയല്ല വരുന്നത്. വെള്ളം കണ്ടപ്പോൾ തുടങ്ങി ഹാസിമ ഭയങ്കര ബഹളമാണ്. അവന് ഫുഡ് കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ ട്രൈ ചെയ്തിട്ടാണ്. കാരണം ആൾക്ക് വന്ന പാടെ വെള്ളത്തിലേക്ക് ഇറങ്ങണം. ആ പിസ്സ ഒന്ന് കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഭയങ്കര ബഹളമൊക്കെ ആയിരുന്നു. ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് തന്നെ ടയേർഡാവുമല്ലോ. ഇതായിരുന്നു കേട്ടോ വാട്ടർ തീം പാർക്കിൻ്റെ എൻട്രൻസ്. ഇവിടെ ഒരുപാട് റൈഡുകളും പൂളുകളും കാര്യങ്ങളും ഒക്കെയുണ്ട്. ഒരു മിനി വീഗാലാൻഡ് അങ്ങനെയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾക്ക് എന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെടും. ഹംദാൻ എന്തോ ഇറങ്ങാൻ ഭയങ്കര മടിയായിരുന്നു. അവനെ ഫോഴ്സ് ചെയ്തിട്ടാണ് കേട്ടോ പിന്നെ ഇറക്കിയത്. പിന്നെ അറിയാലോ, ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കയറാനാണ് ബുദ്ധിമുട്ട്. ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് എടുത്തു വെച്ചെങ്കിലും ഞാൻ സ്വിമ്മിങ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് ഭയങ്കര ഒരു മിസ്സിങ് ആയിപ്പോയി. പിന്നെ ഞാൻ ഉള്ള സ്ഥലത്ത് ഇങ്ങനെ റിലാക്സ് ചെയ്ത് നടന്നു. നമുക്ക് പോയിരിക്കാനൊക്കെ ആയിട്ട് ബീച്ച് സൈഡാണെങ്കിലും ഇവിടെ ആണെങ്കിലും ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കേട്ടോ. ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഈ ഒരു റിസോർട്ട് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് വശത്ത് നോക്കിയാലും റിലാക്സിങ് ഏരിയകളാണ്. അപ്പോഴത്തേക്കും 6 മണിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ എല്ലാവരോടും കയറാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലോസിങ് ടൈം ആണെന്ന്. പക്ഷേ ഹാസിമല്ലേ ആൾ കുറേ നേരം കൂടി പിന്നെ ഇരുന്നു. അവർ 2-3 തവണ വന്ന് പറഞ്ഞിട്ടോ ക്ലോസിങ് ആണെന്ന്. പിന്നെ ഹാസിമിനെയൊക്കെ വിളിച്ച് അവിടെ നിന്ന് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഈ തീം പാർക്കിലേക്ക് സെപ്പറേറ്റ് എൻട്രൻസ് ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കത് ക്ലോസ് ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് അവർ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് രാത്രി നേരത്തെ തന്നെ ഡിന്നർ കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം അത്യാവശ്യം വിശക്കുന്നുണ്ട്. ലഞ്ചാണെങ്കിലും വളരെ ലൈറ്റായിട്ടായിരുന്നല്ലോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ കോംപ്ലിമെൻ്ററി ആണ്. അപ്പോൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. ഇവിടെ അടുത്ത് തന്നെ റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ട് വന്ന് കിടക്കാമെന്നാണ് പ്ലാനിങ്. ജുമേര നൈറ്റ് കാണാൻ വേണ്ടിയിട്ടൊരു പ്രത്യേക ഭംഗിയാണല്ലേ. പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ബിൽഡിങ്ങുകളും ആ ലൈറ്റൊക്കെ കാണുമ്പോൾ വേറൊരു വൈബ് തന്നെയാണ് ഇവിടെ. അങ്ങനെ പുറത്ത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ.
ഞങ്ങൾ ഈറ്റ് ആൻഡ് ഡ്രിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ കയറിയത്. അവിടുന്ന് കുറേ നാളായി ഫ്രൈഡ് റൈസും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ട്. ഹംദാൻ അൽഫാം മതി എന്ന് പറഞ്ഞു. ഞങ്ങൾ മിക്സഡ് ഫ്രൈഡ് റൈസും നൂഡിൽസും ചില്ലി ചിക്കൻ അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ പറഞ്ഞിട്ട് ഇതേ കഴിച്ച് തിരിച്ച് വന്നതാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈദിൻ്റെ ഹോളിഡേയ്സ് ആണെങ്കിൽ കൂടി റിസോർട്ടിൽ വളരെ കുറച്ച് ആളുകളാണ് കേട്ടോ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്തും അതേപോലെ ഇവിടെ വന്ന സമയത്തും ഒക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഹോട്ടലിൽ നിന്ന് തിരിച്ച് വന്ന സമയത്താണ് കേട്ടോ ഇവിടെയെങ്ങും ആരുമില്ല, ഒരാളും ഈ ഒരു റിസോർട്ടിൽ ഇല്ലാത്ത പോലെ ഫീൽ ചെയ്തിട്ട്. അത്ര ഒരു ലോൺലിനെസ് ആയിരുന്നു. എന്താണെന്ന് അറിയില്ല, റൂമുകളെല്ലാം കാലിയാണ്, ആളുകളും വളരെ കുറവായിരുന്നു കേട്ടോ. അത് സത്യം പറഞ്ഞാൽ സങ്കടമുള്ളൊരു കാര്യം തന്നെയാണ്. ഇവിടെ എവിടെ ചെന്നാലും ആ ഒരു റഷും ആ ഒരു ദുബായ് ലൈഫ് സ്റ്റൈലും ആളുകളും ഒക്കെ കാണുമ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു പ്രൗഢി ഒന്നും ഇപ്പം ഇല്ല കേട്ടോ. പക്ഷെ പെരുന്നാളിൻ്റെ സമയത്താണെങ്കിലും ഹോട്ടലുകളിലാണെങ്കിലും നല്ല റഷും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം ആ ഒരു ഹോളിഡേയ്സിൽ എവിടെയും ആ ഒരു തിരക്ക് കാണുന്നില്ല കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വന്നപ്പോഴത്തേനും എല്ലാവരും കൂടി സിനിമ കാണാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ റൂമിൻ്റെ അകത്ത്. കുറേ നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഹാസിമിൻ്റെ ശല്യം സഹിക്കാൻ വയ്യാതെ ഞാൻ ഇപ്പുറത്തെ റൂമിൽ വന്നതാണ് കേട്ടോ. 2 റൂം എടുത്തിട്ടുണ്ടെങ്കിൽ കൂടി എല്ലാവരും കൂടി ഒരു റൂമിലാണ് കേട്ടോ. ഈ റൂമിൽ ആരും വന്നിട്ട് പോലും ഇല്ല കേട്ടോ, ഞാൻ മാത്രമേ ഇതിൻ്റെ അകത്ത് കയറിയിട്ടുള്ളൂ. അങ്ങനെ കുറച്ച് നേരം ഞാൻ ഇതിൻ്റെ അകത്ത് വീഡിയോ ഒക്കെ എടുത്ത് കുറേ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം ഞാനിവിടെ ഇരുന്നു. ഇവിടെ ബാൽക്കണി ഇല്ല, പക്ഷേ വിൻഡോ എന്നുള്ളൊരു വ്യൂ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. പ്രത്യേകിച്ച് രാത്രി ഒരു പ്രത്യേക ഭംഗി തന്നെയാണല്ലോ പുറത്തേക്ക് കാണാനായിട്ട്. നമ്മൾ കുറേ ദിവസം ഒരു വീട്ടിൽ തന്നെ നിന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു മടുപ്പാണല്ലേ. പിന്നെ നമുക്ക് എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ഒന്ന് പോയൊരു ദിവസം ഒന്ന് ചിൽ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നും. എപ്പോഴും ഒരു സ്റ്റേക്കേഷന് പോകുന്നത് ഭയങ്കര നല്ലതാണ് കേട്ടോ. നമുക്കൊരു റിലാക്സേഷനാണ്, പിള്ളേർക്കും അതൊരു ചേഞ്ചാണ്. അങ്ങനെ അതേ രാവിലെ പുറത്തേക്ക് വന്ന് നോക്കിയപ്പോൾ നല്ല മഴ പെയ്ത് തോർന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് തുടങ്ങി മഴ പെയ്യും എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലൈമറ്റ് അത്ര ശരിയല്ല. അപ്പോൾ അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് എത്രയും വേഗം പൂളിലിറങ്ങാനുള്ളൊരു പരിപാടിയായിരുന്നു കുട്ടികളൊക്കെ. പക്ഷേ ക്ലൈമറ്റ് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി എന്തായാലും ഇന്നിനി വെള്ളത്തിലിറങ്ങലൊന്നും നടക്കില്ല എന്ന്. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് റെഡിയായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. 10 മണി വരെ ഉണ്ടാവുള്ളൂല്ലോ കോംപ്ലിമെൻ്ററി. അങ്ങനെ പിള്ളേരും കുളിച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് ഡ്രസ്സൊക്കെ മാറി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഹാസിമിനെ ആണെങ്കിലും ഉറക്കത്തിൽ നിന്ന് വിളിക്കാനും എണീപ്പിക്കാനൊന്നും അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. ആൾ എപ്പോഴും വിളിച്ചാലും അവൈലബിൾ ആണ്. അങ്ങനെ കരച്ചിലോ ബഹളവും കാര്യങ്ങളൊന്നുമില്ല, വികൃതി മാത്രമേ ഉള്ളൂ അവന്. റെസ്റ്റോറൻറ്റിലും പതിവിനേക്കാളും ആളുകളൊക്കെ വളരെ കുറവാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇത് തന്നെയാണ് കേട്ടോ സംസാരിച്ചുകൊണ്ടിരുന്ന. ഇവിടുത്തെ തിരക്ക് ഒന്നുമില്ല, വെക്കേഷനായിട്ടും ആരുമില്ല. യൂറോപ്യൻസൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ കാര്യപരിപാടികളിലേക്ക് കടക്കുകയാണ് കേട്ടോ. ഹാസിമിന് ഞാൻ നേരത്തെ തന്നെ അവന് ഇഷ്ടമുള്ള കുറച്ച് ഫുഡുകളൊക്കെ കൊണ്ടുപോയി കൊടുത്തു. അങ്ങനെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് കഴിച്ചോളുമല്ലോ. അപ്പോൾ ഇവിടെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇഷ്ടം പോലെ വെറൈറ്റികൾ ഉണ്ടായിരുന്നു. ഒരുപാട് സാലഡുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ പൊതുവേ സാലഡുകൾ അങ്ങനെ കാണാറില്ല. പിന്നെ ലൈവ് കുക്കിങ്ങും അവൈലബിൾ ആയിരുന്നു. ഞാൻ കുറച്ച് ചീസ് ഓംലേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ലൈവായിട്ട് അവർ കുക്ക് ചെയ്ത് തരും. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. ഒരുപാട് സ്വീറ്റ്സും ഐസ്ക്രീമും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു കേട്ടോ. ഹംദാനും ഹാറൂനും അത് മതി, എപ്പോഴും അവരാണ് കേട്ടോ സ്വീറ്റ്സിൻ്റെ ആൾക്കാർ. പിന്നെ അവിടുത്തെ ആംബിയൻസും ഭയങ്കര രസമായിരുന്നു കേട്ടോ, ഇരുന്ന് കഴിക്കാനായിട്ട് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അങ്ങനെ തിരിച്ച് റൂമിൽ വന്നപ്പോഴാണ് നല്ല മഴ. ചെറിയ മഴയൊന്നുമല്ല. അപ്പോൾ പിള്ളേരെന്തായാലും കളിക്കാൻ പോകാമെന്ന് വിചാരിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറി താഴേക്ക് ചെന്നതാണ്. പക്ഷേ വാട്ടർ തീം പാർക്ക് ഓപ്പൺ അല്ല എന്നാണ് കേട്ടോ പറഞ്ഞത്. അവർ മഴ വന്നപ്പോൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. പോയ ആളുകളൊക്കെ ഇത് റിട്ടേൺ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഹാറൂൻ പോയ അതേ സ്പീഡിൽ തന്നെ തിരിച്ചു വന്നു. പിന്നെ ഞങ്ങൾ കുറേ നേരം റൂമിൽ തന്നെ അങ്ങനെ സ്പെൻഡ് ചെയ്തു. 12 മണിക്ക് ചെക്കൗട്ട് ആണല്ലോ. അങ്ങനെ അവിടെ തന്നെ ഇരുന്ന് കുറച്ച് നേരമൊക്കെ ഇരുന്ന് ഞങ്ങൾ 12 മണിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ചെക്കൗട്ട് ചെയ്ത് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അപ്പോഴത്തേനും ഞാൻ ലഗേജും ഡ്രസ്സും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തു. അങ്ങനെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ബിൽഡിങ്ങിൻ്റെ മുകൾ ഭാഗം ഒന്നും കാണുന്നില്ല. അപ്പോൾ ശരിക്കും നോക്കിയപ്പോഴാണ് ഭയങ്കര ഫോഗ് ഉണ്ട് കേട്ടോ. മോൾ ഭാഗങ്ങളൊന്നും കാണുന്നില്ല. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. ബിൽഡിങ്ങുകളുടെ മോൾ ഭാഗം മാത്രം ഇങ്ങനെ ക്ലോസ് ആയി നിൽക്കുന്ന രീതിയിലായിരുന്നു. പിന്നെ അതേപോലെ നല്ല മഴയും കിട്ടിയിട്ടാ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ. സാധാരണ ദുബായിലെ മഴ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരുപാട് നാട്ടിലത്തെ പോലത്തെ ആ ഒരു അറ്റ്മോസ്ഫിയർ ഒന്നും അല്ലല്ലോ. പക്ഷെ ഇതങ്ങനെ ആയിരുന്നില്ല കേട്ടോ. ഭയങ്കര ഹെവി മഴയായിരുന്നു.
മഴയത്ത് വണ്ടിയിൽ യാത്ര ചെയ്യാനും ഒരു പ്രത്യേക സുഖമാണല്ലോ. അങ്ങനെ പോകുന്ന കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞങ്ങൾക്കൊരു ബ്ലോക്ക് കിട്ടിയത്. അതിപ്പോൾ തീരും എന്ന് വിചാരിച്ച് ഞങ്ങൾ കിടന്നത് ഒരു 4 മണിക്കൂറാണ് കേട്ടോ. 10 മിനിറ്റ് കൊണ്ട് വീട്ടിലെത്തേണ്ടതാണ്. പക്ഷേ മഴ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ് ബ്ലോക്കായി. കാരണം ഒരുപാട് സ്ഥലത്ത് വെള്ളം കിട്ടുന്ന ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ നേരം ബ്ലോക്കിൽ കിടന്നിട്ടാണ് കേട്ടോ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയത്. ഞങ്ങൾ രണ്ടുപേരും മാറി മാറി വണ്ടി ഓടിക്കേണ്ടതൊക്കെ വന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഈദ് ഹോളിഡേയ്സിനുണ്ടായിരുന്ന സ്റ്റേക്കേഷൻ്റെ വിശേഷങ്ങളൊക്കെ. പിന്നീട് അങ്ങോട്ടൊരു മഴയായിരുന്നു, ഒരു 5-6 ദിവസം മഴ തന്നെ മഴ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വ്ളോഗിലെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം. ഓക്കെ ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.